കോടിയുടെ തട്ടിപ്പ്, അതും നമ്മുടെ നികുതി പണത്തിൽ നിന്ന്. ഇന്ത്യ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വലിയ പകൽക്കൊള്ള CAG, അതായത് ഭാരത സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരുകളുടെയും വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുന്ന ഏറ്റവും ഉയർന്ന ഭരണഘടനാ സ്ഥാപനം തുറന്നു കാട്ടിയിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തെ യുവാക്കൾക്ക് തൊഴിൽ നൈപുണ്യം നൽകി സ്വയം പ്രാപ്തരാക്കാൻ 2015 നരേന്ദ്രമോദി സർക്കാർ വലിയ ആഘോഷത്തോടെ തുടങ്ങിയ പദ്ധതിയാണ് പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന. 2015 മുതൽ 2022 വരെ 10,000 കോടി രൂപ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ഇതിനായി ചെലവഴിച്ചു. എന്നാൽ ഈ പണം യഥാർത്ഥത്തിൽ എങ്ങോട്ടാണ് പോയത്? CAG റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ തെളിയുന്നത് ഭരണകൂടത്തിന്റെ കൺമുമ്പിൽ നടന്ന സങ്കല്പാതീതമായ അഴിമതിയുടെ ചിത്രമാണ്. പദ്ധതി പ്രകാരം പരിശീലനം പൂർത്തിയാക്കുന്ന ഓരോ വിദ്യാർത്ഥിക്കും 500 രൂപ വീതം അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് നൽകേണ്ടതായിരുന്നു. 95 ലക്ഷം വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകിയെന്നാണ് സർക്കാർ വാദം. എന്നാൽ ഇതിൽ 90 ലക്ഷം പേരുടെയും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ രേഖകളിലില്ല. അക്കൗണ്ട് വിവരങ്ങളുള്ള 5.25 ലക്ഷം പേരുണ്ട്. പക്ഷേ അതിൽ 52,000 അക്കൗണ്ടിലെ വിവരങ്ങൾ ആവർത്തിച്ചു വന്നിട്ടുള്ളതാണ്. എന്നാൽ മറ്റു ചില അക്കൗണ്ടുകളിൽ അക്കൗണ്ട് നമ്പറായി നൽകിയിരിക്കുന്നത് 9 ഒന്നുകളാണ്, അല്ലെങ്കിൽ 1 2 3 4 5 6 7 8 9 എന്നിങ്ങനെയുള്ള വെറും അക്കങ്ങളാണ്. ഈ അക്കൗണ്ടുകളിലേക്കെല്ലാം പണം എത്തിയിട്ടുണ്ട്. ഈ പണമൊക്കെ ആരുടെ കൈകളിലേക്കാണ് പോയിട്ടുള്ളത്? ഇത് നമ്മൾ ചോദിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, ഇതൊക്കെ നമ്മുടെ ടാക്സ് മണിയാണ്. ഇനിയും തീർന്നിട്ടില്ല. ഈ പരിശീലന കേന്ദ്രങ്ങളൊക്കെ നേരിട്ട് പരിശോധിക്കേണ്ട, അതായത് ഫിസിക്കൽ ഇൻസ്പെക്ഷന്റെ ഉത്തരവാദിത്തം ഉദ്യോഗസ്ഥർക്കുണ്ട്. ആശിഷ് സെൻവാൾ എന്ന ഉദ്യോഗസ്ഥൻ ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, ജാർഖണ്ഡ്, കർണാടക, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, തമിഴ്നാട്, തെലങ്കാന എന്നീ 8 സംസ്ഥാനങ്ങളിലെ കേന്ദ്രങ്ങൾ ഒരേ ദിവസം തന്നെയാണ് പരിശോധിച്ചിരിക്കുന്നത്. അതായത് പുള്ളി കുമ്പിടിയായിരിക്കുന്നത് 1-2 സ്ഥലത്തല്ല. ഇനി മറ്റൊരു ഉദ്യോഗസ്ഥൻ ഗുജറാത്ത്, ബീഹാർ, ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ ഒരേ സമയം പ്രത്യക്ഷപ്പെട്ടു. ഉദ്യോഗസ്ഥരും സ്വകാര്യ ഏജൻസികളും തമ്മിലുള്ള അവിശ്വസ്ത കൂട്ടുകെട്ടിന്റെ പരസ്യമായ തെളിവാണ്. പരിശീലനം കഴിയുന്ന ഓരോ ബാച്ചിന്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണമെന്ന നിബന്ധനയെ കമ്പനികൾ പരിഹസിച്ചങ്ങ് തള്ളി. ഗയയിലുള്ള ഒരു ബാച്ചിന്റെ ഫോട്ടോ തന്നെയാണ് ഉത്തർപ്രദേശിലെ ബഹ്റൈച്ചിലും ഉപയോഗിച്ചിരിക്കുന്നത്. മഹാരാഷ്ട്രയിലെയും രാജസ്ഥാനിലെയും ബാച്ചുകൾക്കായി ഒരേ ഫോട്ടോ തന്നെ വിവിധ ആംഗിളുകളിൽ നിന്ന് എടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ കോട്ടിട്ടെത്തിയവർക്ക് മീഡിയ സെക്ടറിൽ ട്രെയിനിങ് നൽകിയതായി രേഖകൾ ചമച്ചുണ്ടാക്കി. ബാക്ക്ഗ്രൗണ്ടിലുള്ള പോസ്റ്ററുകൾ പോലും ശ്രദ്ധിക്കാതെയാണ് ഇവർ വ്യാജ ഫോട്ടോകൾ ഉപയോഗിച്ച് ഫണ്ട് തട്ടിയെടുത്തത്. നമ്മുടെ സാമാന്യ ബുദ്ധിയെ പോലും പരിഹസിക്കുന്ന മറ്റൊരു കണക്ക് ഇതിനകത്തുണ്ട്. 33 ജിമ്മുകൾ 30,000 ട്രെയിനർമാർക്ക് ജോലി നൽകിയെന്ന്. അതായത് ഓരോ ജിമ്മിലും ഏകദേശം 900 ട്രെയിനർമാർക്ക് ജോലി കിട്ടി. ഇതിന്റെ ഹൈലൈറ്റ്, ഇത്രയും വലിയ അസംബന്ധം നടന്നിട്ടും സർക്കാർ സംവിധാനങ്ങൾ ഇതിനെതിരെ കണ്ണടച്ചു നിന്നു എന്നുള്ളതാണ്. 10 ലക്ഷത്തിലധികം ഉദ്യോഗാർത്ഥികൾക്ക് ഒരേ ഫോൺ നമ്പറും ഒരേ ഇമെയിൽ ID, അതായത് abcd@gmail.com 123@gmail.com. ഡിജിറ്റൽ ഇന്ത്യ എന്ന് കൊട്ടിഘോഷിക്കുമ്പോഴും പ്രാഥമികമായ ഡാറ്റ വെരിഫിക്കേഷൻ പോലും നടത്താതെയാണ് നമ്മൾ അടയ്ക്കുന്ന ടാക്സിൽ നിന്ന് കോടികൾ അഴിമതിക്കാർക്ക് വാരിക്കോരി നൽകിയത്. ചുരുക്കത്തിൽ പറഞ്ഞ, ജനങ്ങളെ സേവിക്കാനെന്ന പേരിൽ കൊണ്ടുവന്ന പദ്ധതി ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥത കൊണ്ട് അഴിമതിക്കാരായ കമ്പനികൾക്കും ഉദ്യോഗസ്ഥർക്കും പൊതുമുതൽ കൊള്ളയടിക്കാനുള്ള ഉത്സവമായി മാറി. 10,000 കോടി രൂപയുടെ ഈ മഹാകൊള്ളയ്ക്ക് ഉത്തരവാദികളായവർക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറാവുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം.